നീ എന്തൊക്കെയാ മോളെ ചെയ്തു കൂട്ടിയത്? തനുജയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാ എന്റെ മുമ്പിൽ പേടിച്ചരണ്ട് നിൽക്കുന്ന ഈ മുഖമാണ് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ യഥാർത്ഥ മുഖമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അത് നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ബാക്കി പത്രമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു നീ പറയുന്നേ? എന്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞിരുന്നിട്ടും ദയയുടെ ഒരു കണിക പോലും നീ കാണിച്ചില്ലല്ലോ. കല്യാണ സ്ഥലത്ത് നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? നിങ്ങൾ എന്നോട് കാണിക്കുന്നത് എന്താണോ അതിനിരട്ടിയായി ഞാനും തിരിച്ചു കാണിക്കും. എനിക്ക് തരേണ്ടത് തരാതെ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്താൻ പോകുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷത്തിൽ ഞാൻ ഉറപ്പിച്ചതാ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷേ നിങ്ങൾ പോലീസിനെ വിളിച്ചു വരുത്തി എന്നെ അങ്ങ് കുടുക്കിക്കളയാന്ന് കരുതി. മോളെ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുന്നിൽ സംശയം എന്റെ മേൽ വന്ന് വീണ് കിടക്കുക. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ കണ്ണിച്ചോരയില്ലാതെ നീ കാണിക്കുമെന്ന്. എന്തായാലും ഞാൻ പരാതി പിൻവലിച്ചു. നീ സമാധാനത്തോടെ വീട്ടിൽ പോ. ആരാ പറഞ്ഞത് പരാതി പിൻവലിക്കാൻ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ ജയിലിൽ ചെന്നങ്ങ് കിടന്നോളായിരുന്നു. പക്ഷേ കോടതിയിൽ ഞാൻ പലതും വിളിച്ചു പറയും. സിദ്ധാർത്ഥൻ ആരാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുമായിരുന്നു. ഇത്രയും കാര്യം പിടിച്ചു പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? എന്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെ നീ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണോ? എന്റെ കുടുംബം നീ ഇല്ലാതാക്കണോ? എനിക്കില്ലാത്ത കുടുംബം നിങ്ങൾക്കും വേണ്ട. ഇത്രേ ഉള്ളൂ, കൈ ഉയർത്താം. അതവിടെ നിൽക്കും. എന്റെ ദേഹത്ത് വീണ അറിയാലോ, അത് ഞാനിപ്പോ പറയുന്നില്ല. നോക്ക്, ക്ഷമിച്ച് ഞാൻ പാതാളത്തോളം താന്നു. അതിനുമപ്പുറം എന്നെ പരീക്ഷിക്കരുത്. നിങ്ങൾ പാതാളത്തോളം താഴ്ന്നാലും ആകാശത്തോളം ഉയർന്നാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പാതാളത്തിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് പിടിച്ചു വാങ്ങും. ഇത്രയും പറഞ്ഞിട്ട് നീ അടങ്ങുന്നില്ലല്ലേ? നമുക്ക് കാണാം. കാണാം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.